കൂടെയുള്ള ആശാ ചതിച്ചതിന്റെ വിഷമോന്നും പറഞ്ഞ് ഒരു നോട്ട് തയ്യാറാക്കി ഞാനങ്ങ് വെക്കൂടാ. ബാക്കി തെളിവൊക്കെ ചന്ദ്രമോ തൊപ്പിക്കൂടാ. അവൻ എന്റെ അടുത്ത് രക്ഷകൻ കളിക്കുന്നു. ഒരു തുള്ളി വെള്ളം കൊടുത്തു പോകരുത്. തന്റെ അടുത്ത് കൂടാ പറഞ്ഞേ, കേട്ടോ? അവന്റെ ഒരു പള്ളിയിലച്ച കളി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു ആരോപണം നേരിടുന്ന ഒരാളുടെ ഭാര്യ ജില്ലാ കളക്ടറായി ഇരിക്കുമ്പോൾ എത്ര പേരോട് ഞാൻ സമാധാനം പറയേണ്ടി വരുമെന്നറിയാമോ? എല്ലാവർക്കും ഞാൻ എന്ത് നടപടിയാണ് എടുക്കുന്നതെന്നറിയണം. അതാണ് ഇപ്പോഴത്തെ ആവശ്യം. അതുകൊണ്ട് മുഖം രക്ഷിക്കാനായി എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്നോട് മനസ്സുകൊണ്ട് ദേഷ്യമൊന്നും തോന്നരുത്. കുറച്ചു നാളത്തേക്ക് ശാലിനി ഒന്ന് മാറി നിൽക്കണം. സസ്പെൻഷൻ മറ്റൊന്നും അല്ല, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. നിർബന്ധിത ലീവ്, അങ്ങനെ ഒരു വാക്കേ ഇപ്പോഴിതിൽ ഉപയോഗിക്കാൻ പറ്റൂ. എന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. എന്നിട്ട് നമുക്ക് ലീവ് ക്യാൻസൽ ആക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം. ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് കേസുമായി മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട് ശരിയല്ല. ഞാൻ പറഞ്ഞതിൽ തെറ്റായിട്ടൊന്നുമില്ലെന്ന് ശാലിനിക്ക് എന്നെ അറിയാമല്ലോ. ഒരുപാട് ദുഷ്പേര് കേട്ടിട്ടുള്ളതാണ് ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. എന്നെ ആ കസേരയിൽ ഇരുത്താൻ പോയപ്പോഴേ ഞാൻ പറഞ്ഞതാ, എനിക്ക് കുറച്ച് നല്ല ഉദ്യോഗസ്ഥരെ കൂടി തരണമെന്ന്. ഭരണത്തിൽ കയറി ഇന്നുവരെ അഴിമതിയുടെ കറ പുരളാതെ ഇവിടം വരെ എത്തിക്കാനും പറ്റി. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ വേണമെന്നേ എനിക്കൊരാഗ്രഹമുള്ളൂ. വെറുതെ ആണെങ്കിലും പ്രതിപക്ഷത്തിന് തല്ലാൻ ഒരു വടി നമ്മളായിട്ട് കൊടുക്കണോ ശാലിനി? അതിനൊരു മുൻകരുതലാ ഈ നിർബന്ധിത ലീവ്. മറ്റൊന്നും തോന്നരുത്. മറ്റുള്ളവരുടെ കണ്ണുകെട്ടാൻ വേണ്ടിയുള്ള ഒരു ലുടുക്കു പണിയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഓക്കെ? ഓക്കെ സർ. ഞാൻ വിളിക്കാം. പറഞ്ഞ പോലെ തന്നെ പണി പറ്റിച്ചല്ലേ? ഇവിടെ കാശിറങ്ങി, അതെല്ലാരും കൂടെ പിരിച്ചെങ്കിൽ എനിക്ക് തരണം. അതിനൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാവുന്നേ. താൻ അകത്തേക്ക് വാ. അകത്ത് കുപ്പിയും പൊട്ടിച്ച് കാത്തിരിക്കുക സുസ്മിത. ശാലിനിയെ കസേര പുറത്തുനിന്ന് ഇറക്കിയതിന്റെ വിജയാഘോഷത്തിനായി. വാ. ഈ ഒരു കുപ്പിയിലൊന്നും ശാലിനിയെ വലിച്ച് താഴെയിട്ട് എന്റെ കടമൊന്നും തീരില്ല കേട്ടോ. ഈ ചാനൽ ആർക്ക് കൊടുത്തത്? വിഷ്ണുവിന്റെ ലോറിയിൽ സ്പിരിറ്റ് വെക്കാനായിട്ട് കൊടുത്തത്. അങ്ങനെ കാശ് കുറച്ച് നല്ല രീതിയിൽ എന്റെ കയ്യിൽ നിന്ന് മുടക്കിയിട്ടുണ്ട്. ഇത് എനിക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തതല്ല, എല്ലാവർക്കും കൂടെ വേണ്ടിട്ടാ. ചിറ്റപ്പ, ഇത് ചിറ്റപ്പ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത പുണ്യോ. ഈ പുണ്യത്തിന് കണക്ക് നോക്കാതെ സുസ്മിത കാശ് തരും. ഇതെങ്ങനെ ഒപ്പിച്ചു? ശാലിനിയുടെ കസേര മാറ്റം അവൾ അറിഞ്ഞുകൊണ്ട് സ്വയം ഒഴിഞ്ഞതോ അതോ ഒഴിപ്പിച്ചതോ? സ്വയം ഒഴിയാനോ? അവള് എടോ മന്ത്രിയെ കൊണ്ട് നിർബന്ധിത ലീവിൽ പോണോന്ന് പറയിപ്പിച്ചു. മന്ത്രിക്ക് തറയെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല പ്രഷർ കൊടുത്തു. മീഡിയ, പ്രതിപക്ഷം, പിന്നെ നമ്മളെ പൊതുജനം ഉണ്ടല്ലോ. അങ്ങനെ 3 സ്ഥലങ്ങളിൽ നിന്നും ഫോണിലൂടെ നേരിട്ടും അല്ലാതെ ഈ മന്ത്രിയുടെ സത്യസന്ധതയെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ കൊടിച്ചെന്നെത്തിച്ചു. ഒടുവിലെ മന്ത്രിക്ക് തന്റെ വാത്സല്യ ശിഷ്യയോട് പറയേണ്ടി വന്നു, ലീവിൽ പോണ മോളെന്ന്. ചിറ്റപ്പ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ചിറ്റപ്പ തന്നെ വേണം. എന്നാലേ ഇത്ര വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ചേഴ്സ് പറയാൻ പോകുന്നത് ഒരു ഇരട്ട സന്തോഷത്തിന്റെ പേരിലാണ്. ഇരട്ട ജീവപര്യന്തം കേട്ടിട്ടുണ്ട്. ഇരട്ട സന്തോഷം എന്ന് പറഞ്ഞു കേൾക്കുന്നത് ആദ്യമായിട്ടാണല്ലോ. ശരിക്കും പറഞ്ഞ അവർക്ക് രണ്ടുപേർക്കും ഇത് ജീവപര്യന്തം തന്നെ. ഒരാൾക്ക് ജോലി സ്ഥലത്തും നാട്ടിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഒടുവിൽ എന്തായി?
കളക്ടർ സ്ഥാനത്ത് നിന്നും വീട്ടിലേക്കുള്ള കസേര മാറ്റം. ഒരു കണക്കിന് ശാലിനിക്കായി മന്ത്രി അനുവദിച്ചത് ജീവപര്യന്തം തന്നെ. പുറത്തിറങ്ങാൻ പറ്റുമോ? ആൾക്കാർ ഫേസ് ചെയ്യാൻ പറ്റുമോ? എന്തിന് ഫോൺ പോലും ഓൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഭാര്യയ്ക്ക് ഇങ്ങനെയാണെങ്കിൽ ഭർത്താവിന്റെ അവസ്ഥയോ? പോലീസ് തലങ്ങും വിലങ്ങും ഓടിപ്പാഞ്ഞ് നടക്കുകയല്ലേ. പുറത്തിറങ്ങാൻ പറ്റുമോ? ആരോടെങ്കിലും സഹായം ചെന്ന് ചോദിക്കാൻ പറ്റുമോ? അല്ല, നേരെ ഭക്ഷണം പോലും കഴിക്കാവോ? അതും ജീവപര്യന്ത ശിക്ഷ തന്നെയാ. അതും ഒറ്റ വിധിയിൽ. സന്തോഷിക്കാൻ ഇതിൽ പരം മറ്റെന്ത് വേണം? അപ്പൊ ഇന്നത്തെ ചിയേഴ്സ് ഈ ഇരട്ട ജീവപര്യന്തത്തിന് തന്നെ. അപ്പൊ ചിയേഴ്സ്. Cheers. ചിറ്റപ്പ, ഇനി എന്താ നമ്മുടെ അടുത്ത നീക്കം? ഇനിയുള്ളത് ഒരു വെടിവെപ്പ. കാടിളക്കിയുള്ളൊരു വെടിവെപ്പ്. അതിൽ ഒളിച്ചിരിക്കുന്ന വിഷ്ണു പുറത്ത് കാണുന്നു. അവനെ ചാടിക്കണം. അതത്ര പെട്ടെന്നൊന്നും നടക്കില്ല. കാരണം കുറുക്കന്റെ ജന്മം അവനുള്ളത്. കുറച്ചുനാൾ അവനെ വിഷ്ണുബ്രോ എന്ന് വിളിച്ച് പിന്നീട് നടന്നുള്ളതുകൊണ്ട് പറയുക, അവൻ പിടികൊടുക്കാതെ നിൽക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ആപത്താണ്. പ്രത്യേകിച്ചും ചന്ദ്രബോസ് സാറിന്. ഇത്രയൊക്കെ ചെയ്തു തീർക്കാൻ അറിയാമെങ്കിൽ ഇനി അവന്റെ ജീവനും ഞാൻ തന്നെ എടുക്കണമെന്നാണ് അവന്റെ നിർബന്ധമെങ്കിൽ അതും നടത്താടാ. എന്റെ കാൽ ചോട്ടിലോട്ട് അവൻ വരട്ടെ. പ്രതിയെ പിടിക്കുന്നതിനിടയിൽ ജീവൻ ആപത്ത് വരുമെന്ന് തോന്നുവാണെങ്കിൽ ഒരു അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിവോൾവർ ഉപയോഗിക്കാതെ അറിയാലോ. ചുട്ടുകളെ ഞാൻ അവനെ. എന്റെ അടുത്ത് അധികം കളിക്കാൻ വന്ന ചിറ്റപ്പ, അത് അറ്റകൈ പ്രയോഗമല്ലേ? അതിനു മുമ്പ് നമുക്ക് അവനെ സറണ്ടർ ചെയ്യിപ്പിക്കണം. എന്നിട്ടിവിടെ തെളിയാതെ കിടക്കുന്ന സ്പിരിറ്റ് കേസുകളെല്ലാം ചാരായം വാറ്റിയതടക്കം അവന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കണം. ഇനി മുതൽ നാട്ടുകാരവനെ സ്പിരിറ്റ് വിഷ്ണു എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. ഭർത്താവ് സ്പിരിറ്റ് വിഷ്ണുവായി അകത്തു പോയാ കളക്ടർ അഭിമാനം ഓർത്ത് ഒന്നുകിൽ രാജിവെക്കും, ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ വാങ്ങി ഏതെങ്കിലും അന്യ സംസ്ഥാനത്തേക്ക് പറക്കും, ഇല്ലെങ്കിൽ പറപ്പിക്കും നമ്മള്. നമ്മളപ്പോ ഇവിടെ നമ്മുടെ മദ്യസമ്പത്തുമായി പുതിയ രീതിയിൽ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ പുതിയ മദ്യരാജാക്കന്മാർ പിറവിയെടുക്കും. തെറ്റി. രാജാക്കന്മാര് മാത്രമല്ല, ഒരു റാണി. അല്ല, അപ്പൊ പിന്നെ ഞാനോ? എടാ, നീയല്ലേ ഞങ്ങളെ നടത്തിപ്പുകാരൻ, എല്ലാത്തിന്റെയും അധികാരി. മരം മുറ്റത്തേക്ക് ചാഞ്ഞ ഏതാ കുഴപ്പം? ഇലകൾ ഇങ്ങനെ വീണോണ്ടിരിക്കും. തൂത്ത് ഒതുക്കുന്നതിന്റെ ഇരട്ടിയാ വീണോണ്ടിരിക്കുന്നത്. പിള്ളേരോ? ഇതെന്താ ഇന്ന് നേരത്തെ വിട്ടോ? ശാരദാമ്മേ, ശാരദാമ്മേ. പപ്പിമോളിങ്ങി പോന്നോ? ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല ശാരദാമ്മേ. പോകുന്നില്ലെന്നോ? പപ്പിയുടെ അച്ഛൻ അവിടെ വലിയ ബഹളമാ ശാരദാമ്മേ. ശ്യാമാന്റിയെ തല്ലാനൊക്കെ ചെന്നു. പപ്പിക്ക് അവിടെ നിൽക്കാൻ പേടിയാന്നാ പറയുന്നേ. അതൊക്കെ ശരി തന്നെ. പക്ഷെ പപ്പി ഇങ്ങോട്ട് പോരുന്ന കാര്യം അവിടെ ആരോടെങ്കിലും പറഞ്ഞോ നിങ്ങള്? പപ്പിയെ കാണാതെ അമ്മ അവിടെ തിരക്കി നടക്കില്ലേ? അത് ഇവിടെ വന്നിട്ട് ശാരദാമ്മയെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാന്ന് വെച്ചിട്ടാ. വേഗം വിളിച്ചു പറഞ്ഞോ. ഇനി അതിന്റെ പേരിൽ പുലിവാലുണ്ടാവണ്ട. വാ പപ്പി. ഈ കുട്ടികള്. ഹലോ മോളെ, നീ എവിടെയാ? അമ്മേ, ഞാൻ പപ്പിയെ വിളിക്കാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്നാ പോണ്ട. അതെ, അവരിവിടെ വീട്ടിലുണ്ട്. വീട്ടിലോ? അവളെങ്ങനെ അവിടെ വന്ന്? കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം. നീ ഇങ്ങ് വന്നേ. എന്നാ ശരി അമ്മേ, ഞാൻ അങ്ങോട്ട് വരാം. ചേട്ടാ, സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റ് പോണേ.
ശാലിനിയോ? ശരി. ഇതെന്താ മോളെ ഓട്ടോയില്? വിഷ്ണുട്ടൻ പെട്ടുപോയ ആ സ്പിരിറ്റ് പ്രശ്നം വലിയ ഇഷ്യൂ ആയിരിക്കും അമ്മ. എന്നോട് ലീവ് എടുത്ത് കുറച്ച് ദിവസം മാറി നിൽക്കാൻ പറഞ്ഞിരിക്കുക. എല്ലാം കുഴപ്പങ്ങളാണല്ലോ മോളെ. ഇത് മോളുടെ ജോലിയെ ബാധിക്കൊന്നുമില്ലല്ലോ? ബാധിച്ചല്ലോ, അതുകൊണ്ടല്ലേ മാറി നിൽക്കാൻ പറഞ്ഞത്. ശത്രുക്കൾ നമുക്കെതിരെ നന്നായി കളിക്കുന്നുണ്ട് മോളെ. ഇന്നലെ രാത്രി രോഹിത് ബഹളം ഉണ്ടാക്കിയെന്നും പറഞ്ഞ് പപ്പിതേ സ്കൂളിൽ നിന്ന് സത്യക്കൊപ്പം ഇങ്ങോട്ടാ വന്നത്. അയ്യോ, എന്നിട്ട് ശ്യാമയെ വിളിച്ച് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. രോഹിത്തിനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല മോളെ. അവനെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ഇപ്പം സുസ്മിതയാ. അവളുടെ കയ്യിലെ കീ കൊടുക്കുന്നൊരു പാവയാ രോഹിത്ത്. അവൾ പറയുന്നതിനനുസരിച്ചാ അവൻ ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കുന്ന. അവൾക്ക് സപ്പോർട്ടായിട്ട് ചന്ദ്രബോസും ഉപേന്ദ്രനും ഒക്കെ കൂടെ നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യാനും അവൾക്ക് ഒരു മടിയുമില്ല. ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്ത് പണിയമ്മ ഈ പപ്പി കാണിക്കുന്നേ? ഒരു വാക്ക് പോലും പറയാതല്ലേ അവൾ ഇങ്ങോട്ട് പോകുന്നത്. അമ്മ ഇപ്പൊ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ അവിടെ എല്ലാം തിരക്കി നടക്കില്ലായിരുന്നോ? അവൾക്ക് അവിടെ നിൽക്കാൻ പേടിയാണെന്നാ ശ്യാമ പറയുന്നേ. അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യം അയാളുടെ മനസ്സ് മുഴുവനും പകയാ എന്ന് വെച്ച് ഞാൻ മാറി നിന്നാ അയാളും ആ സുസ്മിതയും കൂടി ഇതിലും വലിയ ചതികൾ അവിടെ ചെയ്യും. അതിനു കൂട്ടായിട്ട് ഉപേന്ദ്രനും ചന്ദ്രബോസും ഉണ്ട് അവിടെ. കുഞ്ഞേച്ചിക്കെതിരെ വലിയൊരു ഗൂഢാലോചനയും അവിടെ ഇപ്പൊ നടക്കുന്നുണ്ട്. എന്തോ ജോലി സംബന്ധിച്ച, ഒന്നുകിൽ ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അതവര് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാനിങ് വിജയിക്കുകയും ചെയ്തു. ഞാനിപ്പോ നിർബന്ധിത ലീവില്ല. ഭർത്താവിന്റെ സ്പിരിറ്റ് കടത്തലിൽ കളക്ടർക്ക് പങ്കുള്ളതായി ആരോപണം വന്നൂന്ന്. മുഖം രക്ഷിക്കാനായി കുറച്ച് ദിവസത്തേക്ക് കളക്ടർ ലീവിൽ പോണോന്ന് റവന്യൂ മന്ത്രിയുടെ ഇനി അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും ആ രീതി തന്നെ വരണം. ആ, ഇനി നിന്റെ തീരുമാനം എന്താ? നീ പപ്പിയെ കൊണ്ടുപോകുന്നുണ്ടോ? പപ്പിയെ കൊണ്ടുപോകണോ അമ്മേ? ഇല്ലെങ്കിൽ ഇന്ന് രോഹിത് അതിന്റെ പേരിലായിരിക്കും വഴക്ക് നടത്തുക. പപ്പി, പപ്പി മോളെ വാ, നമുക്ക് വീട്ടിൽ പോവാം. ശ്യാമേ, അവക്ക് അവിടെ നിൽക്കാൻ പേടിയാണെന്നല്ലേ പറയുന്നേ? പേടിച്ച് തന്നെ വളരട്ടെ, എന്നാലേ ജീവിതം എന്താന്ന് കുട്ടികളും പഠിക്കും. മോളെ വന്നേ, നമുക്ക് പോവാം. ബാപ്പോ, ഞാൻ അവിടേക്ക് വരുന്നില്ലമ്മേ. ഞാൻ ഇവിടെ നിന്നോളാം. സത്യയോടൊപ്പം സ്കൂളിൽ പൊക്കോളാം. വേണ്ട, അവിടെ നിന്റെ അച്ഛൻ നിന്നെ നോക്കിയിരിക്കുക. എനിക്ക് വയ്യ ഇതിന്റെ പേരിൽ ഇനി ചീത്ത കേൾക്കാനായിട്ട്. നീ വാ ഇങ്ങോട്ട്. ശ്യാമേ, ചേച്ചമ്മേ, പറ ചേച്ചമ്മ എന്നെ കൊണ്ടുപോയില്ലെന്ന്. ഞാൻ ചേച്ചമ്മയുടെ കൂടെ ഇവിടെ നിന്നോളാം. എന്നെ പറഞ്ഞയക്കല്ലേ ചേച്ചമ്മ. ശ്യാമേ, ഇവള് കുഞ്ഞേച്ചി തടയരുത്. ഞാൻ ഇവളെ കൊണ്ടുപോവാ. ഇല്ലെങ്കിൽ ശരിയാവില്ല. പപ്പിയും കൊണ്ട് ചെന്നില്ലെങ്കിൽ രോഹിത് എങ്ങനെയാ പ്രവർത്തിക്കാന്ന് എനിക്ക് അറിയില്ല. പപ്പി വാ, പോവാം. അങ്ങോട്ട് കയറ. എന്നെ കൊണ്ടുപോയില്ലെന്ന് പറ ചേച്ചമ്മേ. പപ്പി കൊണ്ടുപോലെന്ന് പറ അമ്മേ. പപ്പിയെ കൊണ്ടുപോലെന്ന് ഒന്ന് പറ അമ്മ. ഞാൻ വരുന്നില്ല. കരയാതിരിക്കും.
അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ കുഞ്ഞല്ലേ പപ്പി. പാവം പപ്പി അല്ലേ ശാരദാമ്മേ? വിഷ്ണുവേട്ടനെ പുറത്തു കൊണ്ടുവന്നേ നോക്കൂ. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ വിഷ്ണുവേട്ടൻ കൂടെ വേണം. രാഘവേട്ട, ഇത്തിരി കറി കൂടി ഒഴിക്കട്ടെ. അല്ലേ ഒഴി. എന്തു പറ്റി? കറി ഇഷ്ടപ്പെട്ടില്ലേ? പറയുന്നതിലൊരു ഇഷ്ടമില്ലല്ലോ. എന്തോ ഒരു കുറവുണ്ട്. ഒരു കുറവുമില്ല. അല്ലെങ്കിലും രാഘവേട്ടനിപ്പോ ഒരു 100 കുറ്റം പറയാതെ ഒന്നും കഴിക്കില്ലല്ലോ. കേട്ടോ ശാന്തേ, കല്യാണം കഴിഞ്ഞ സമയത്തെ ഉപ്പില്ലാതെ വരെ ഞാൻ കറി വെച്ച് കൊടുത്തിട്ടുണ്ട്. അന്നൊക്കെ ഒരു കുറവും പറയാതെ ഇരുന്ന് കഴിച്ചു പോയിട്ട് ഞാൻ വന്ന് കഴിക്കാൻ നേരത്താ ഉപ്പിടാത്ത വിവരം ഞാൻ അറിയുന്നത് തന്നെ. എന്നിട്ട് ഇപ്പൊ എന്ത് വെച്ചു കൊടുത്താലും ഒരു 100 കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മനുഷ്യന്റെ ശരാശരി ആവശ്യം എന്താന്ന് പറയട്ടെ? താമസവും ഭക്ഷണവും. അതിൽ ഭക്ഷണത്തിന്റെ കാര്യം ഏറ്റവും അത്യാവശ്യം. പല കുടുംബങ്ങളിലുണ്ടാകുന്ന വഴക്കുകൾക്ക് പിന്നിലും ഈ ഭക്ഷണ പ്രശ്നം തന്നെ. കൈപുണ്യം അതൊന്നു വേറെ തന്നെ. അത് കൈവിട്ടു പോയാ എല്ലാം തീർന്നു. എന്ത് കൈവിട്ട് പോകുന്ന കാര്യമാ അച്ഛനീ പറയണേ? ഭക്ഷണത്തിന്റെ കാര്യമാണേ. വായിക്ക് രുചിയായിട്ടുള്ള ഭക്ഷണത്തിന്റെ കാര്യ. അത് തന്നെയാ ഞാനും പറയാൻ വന്നത്. ഒരു ഈവന്റിന് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? 100-300 പേരൊക്കെ ഉണ്ടാവും. നല്ല രുചിയോടെ ഭക്ഷണം കൊടുത്താ അവരുടെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് വർക്ക് കിട്ടും. ഒരു ചെറിയ മിനി കാറ്ററിംഗ് യൂണിറ്റ് പോലെ നമുക്കത് കൊണ്ടുപോവുകയും ചെയ്യാം. അല്ല, അതൊക്കെ വലിയ വലിയ പരിപാടികളല്ലേ മോളെ? അതൊക്കെ ഇവരെ കൊണ്ട് കൂട്ടിയാ കൂടുവോ? ആ ശാരദയൊക്കെ ആണെങ്കിൽ ഭംഗിയായിട്ട് ചെയ്താനെ. അതെന്താ, ഞങ്ങൾ ഉണ്ടാക്കുന്നൊന്നും ഭക്ഷണമല്ലേ? അതല്ല, 100 പറഞ്ഞു കേട്ടില്ലേ? വായിക്ക് രുചിയായിട്ട് വേണം കൊടുക്കാനൊന്നും. സത്യമേ, കൊടുക്കാന്ന് പറ. ഞാനുണ്ടല്ലോ. ശാരദാമ്മ ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും ടേസ്റ്റ് ആയിട്ട് നമുക്കിവിടെ ചെയ്യാന്നേ. എല്ലാവരും കൂടി ഒന്ന് ഉത്സാഹിച്ച് നിന്നാ മതി. അതിനൊക്കെ ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവും. എന്നാ പിന്നെ ധൈര്യമായിട്ട് പറഞ്ഞ സത്യമേ, ഭക്ഷണം നമുക്ക് നല്ല രുചിയോടെ തന്നെ കൊടുക്കാം. എന്നാ പിന്നെ പറഞ്ഞേക്കട്ടെ, ഈ മാസം ലാസ്റ്റ് ആയിരിക്കും ഫംഗ്ഷൻ. എങ്ങനെയാ ശാന്തേ? ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഒരു പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനല്ല, ഒന്നും ചെയ്തിട്ടില്ല. ശാന്ത തന്നെ എല്ലാം നോക്കേണ്ടി വരും. നമുക്കിത് നടത്താൻ സത്യമേ. ധൈര്യമായിട്ട് പറഞ്ഞു മോളെ. എന്നാ ശരി സത്യാമ്മേ, പാർട്ടിയുടെ അഡ്വാൻസും കൊണ്ട് വരാൻ പറയാം. ചിലപ്പോ എല്ലാം നല്ലതിനായിരിക്കും. ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്റെയും കൂടെ ആവശ്യമില്ലേ സത്യമേ? നമുക്കിത് ചെയ്യാന്നേ. ഇത് മാത്രമല്ല, ചെറിയ ചെറിയ കല്യാണമൊക്കെ പിടിക്കാം. എല്ലാം ശാന്തയുടെ കയ്യിലാണേ. മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ നാളെ ചെയ്യാം. ഇന്നല്പം നേരത്തെ ചെന്നില്ലെങ്കിൽ ആ റേഷൻ കട അടയ്ക്കും. എന്നാ പൊയ്ക്കോ. പൊന്നി പോട്ടെ. അയ്യോ, ഒരു കാര്യം മറന്നല്ലോ. ശ്ശേ. പോവന്ന് ശാന്തേ. അതെ. ശാന്തേ, ശാന്തേ, ഇതിരിക്കട്ടെ.
വെച്ചോ. നാളെ വൈകല്ലേ, നേരത്തെ തന്നെ എത്തണേ. ആ വരാം. എന്റെ ഭാമേ, എത്ര നേരമായി ഇരിപ്പ് തുടങ്ങിയിട്ട്? വയറ് കത്തി കയറുക. എന്തെങ്കിലും കഴിക്കാൻ എന്താ? കഴിക്കാനോ? അല്ല,